കൊച്ചിയിൽ നിന്നൊരു ബാഗും തോളത്തെടുത്ത് യാത്ര തുടങ്ങിയിട്ട് ലാൻഡ് ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് 38 രാജ്യങ്ങൾ സന്ദർശിച്ച് യൂറോപ്പിൽ ലുക്സംബർഗിൽ നിന്നും ജർമ്മനിയിലേക്ക് നടന്ന് പാലത്തിന് മുകളിൽ കൂടെ ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോർഡർ ക്രോസിംഗ് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ പുറകിൽ ലുക്സംബർഗ്, അത് ഫ്രാൻസ്, ഇവിടെ ജർമ്മനി. അപ്പോൾ അങ്ങനെ 3 രാജ്യങ്ങൾ ചേരുന്ന ഷെങ്കൻ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഷെങ്കൻ. ആ ഷെങ്കൻ ഗ്രാമത്തിൽ നിന്നും നമ്മൾ ജർമ്മനിയിലേക്ക് പോകുന്നു. KLT UK പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഷെങ്കൻ വിസ എന്ന് കേൾക്കുന്ന ആ ഒരു ഷെങ്കൻ എന്ന് പറയുന്ന രാജ്യമാണ് ഷെങ്കൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രാമമാണ് ആ കാണുന്നത്. ചെറിയ ഗ്രാമം, 3000 പേര് മാത്രമുള്ള അവിടെ. ഇന്നലെ വീഡിയോ കണ്ടില്ലെങ്കിൽ അത് കാണുക, അതൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് ഫ്രാൻസാണ്, ഇതെന്ന് പറയുന്നത് ജർമ്മനി. ഈ പാലത്തിന് ഇപ്പുറം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മൊസല്ലെ എന്ന് പറയുന്നൊരു റിവറാണ് ഇത്. ഈ റിവറാണ് ശരിക്കും 3 രാജ്യങ്ങളുടെ അതിർത്തി എന്ന് പറയുന്നത്. 1985 ഈ നദിയിൽ ഈ സ്ഥലത്ത് ഒരു ബോട്ട് പാർക്ക് ചെയ്തിട്ട് ആ ബോട്ടിൽ ഇരുന്നിട്ടാണ് ഷെങ്കൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്ന എഗ്രിമെൻ്റ് അവർ സൈൻ ചെയ്തത്. ഞാൻ ജർമ്മനിയിലേക്ക് നടന്ന് കയറിയിട്ട് ഇവിടെ വെൽക്കം ടു ജർമ്മനി എന്ന് പറഞ്ഞൊരു ബോർഡ് പോലും ഇല്ല കൈസ്. ഒരു കുന്തവും ഇല്ല, ഒന്നുമില്ല. അല്ല കേട്ടോ, അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നോക്കട്ടെ. ഞാൻ നദി ക്രോസ് ചെയ്ത് ഇവിടെ തൊട്ട് താഴെ ഒരു ചെറിയ കുഞ്ഞി സ്റ്റേഷനുണ്ട്. ഈ സ്റ്റേഷനിൽ കയറിയിട്ട് നമുക്ക് ബോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. അവിടെ ബോർഡൊന്നുമില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു വെൽക്കം ടു ജർമ്മനി എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ കാണുന്നു. ഇതൊരു കുഞ്ഞു വഴിയല്ലേ, ഇത് മെയിൻ റോഡൊന്നും അല്ലല്ലോ. ഞാൻ ഷെങ്കൻ കണ്ടിട്ട് ഷെങ്കൻ കാണാൻ വേണ്ടി വന്നതല്ലേ. പേൾ ഷെങ്കൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞി സ്റ്റേഷനാണിത്, പേൾ ഷെങ്കൻ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് 1, 2, 3 ട്രെയിൻ മാറി കയറണം എനിക്ക് ബോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ട്. നമ്മളിന്ന് മുരളി തുമ്മാരുകുടി സാറിനെ കാണാൻ വേണ്ടി പോവാണ്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അന്നേരം ഇപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോകുന്നത്. സോ ഹീസ് ഇൻ ജർമ്മനി. അദ്ദേഹത്തെ പറ്റി ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വലിയ പുള്ളിയാണ്. സോ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇതൊരു ബസ് സ്റ്റോപ്പ് പോലത്തെ റെയിൽവേ സ്റ്റേഷനാണല്ലോ ഇത്. പഴയ എന്തോ ഒരു കെട്ടിടം, ഒന്നുമില്ല വേറെ. അവിടെ ദൂരെ നമുക്ക് നദി കണ്ടോ. ആ നദിയുടെ അപ്പുറം എന്ന് പറയുന്നത് ലുക്സംബർഗ് എന്ന് പറഞ്ഞ രാജ്യമാണ്, ഷെങ്കൻ എന്ന് പറയുന്ന ഗ്രാമം. ഇത് ഫ്രാൻസിലേക്ക് പോകുന്ന ട്രെയിനാണ്, നമ്മുടെ ട്രെയിനല്ല. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരും. ആ നദിയിലൂടെ ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിലേക്ക് പോകുന്ന ബോട്ടാണ്. ഇത് എന്ത് സാധനം, ബോട്ടാണോ ഷിപ്പാണോ എന്തോ ഇത്? എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇതെന്ത് പർപ്പസിന് ഉപയോഗിക്കുന്ന ബോട്ടോ ഷിപ്പോ എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. ഇതെനിക്ക് തോന്നുന്നു മറ്റേ ചരക്ക് കൊണ്ടുപോകുന്ന എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. കാലടിച്ച് പോകുമായിരിക്കും. ട്രിയർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് പോകേണ്ട കുഞ്ഞി ട്രെയിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്, ട്രിയർ. അങ്ങനെ ജർമ്മനിയിലെ ട്രെയിനിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ട്രെയിൻ വിട്ടു. ഇന്ന് ഭയങ്കര ക്ലൗഡി ഡേ ആണ്. ഇങ്ങനത്തെ ദിവസമാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല ഒന്നും. അപ്പുറത്ത് ലക്സംബർഗ് കേട്ടോ ഈ നദിയുടെ അപ്പുറത്ത് ലക്സംബർഗ്, ഇപ്പുറത്ത് ജർമ്മനി കൂടെ നമ്മൾ പോകുന്നു. അടിപൊളിയല്ലേ, എന്താല്ലേ. ഈ നദിയിലൂടെ എന്തോ കാര്യമായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചരക്ക് നീക്കം എന്തോ കാറൊക്കെ കൊണ്ടുപോകുന്നു അതിൻ്റെ മേളിൽ. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ പോകുന്നുണ്ടല്ലോ. ഇതൊക്കെ സമ്മറിൽ എന്ത് ഭംഗിയായിരിക്കും. നല്ല വെളിച്ചം ഉണ്ടായിരുന്നു, എന്ത് രസമായിരിക്കും ഇതൊക്കെ കാണാനായിട്ട്. വെളിച്ചവും ഇല്ല, ആകെ മൂടിയിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ട്രിയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങി. ട്രിയർ ഇവിടെ നിന്ന് ലക്സംബർഗിലേക്കൊക്കെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടല്ലേ. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ജർമ്മനിയിൽ നാളെ ഇലക്ഷനാണ്. അതായത് രാജ്യവ്യാപകമായിട്ട് നാളെ ഇലക്ഷൻ നടക്കാൻ പോവാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള കൊട്ടിക്കലാശങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ലല്ലേ, കാണൂല. അതാണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹിറ്റ്ലറുടെ നാട്. അയ്യോ എന്തൊക്കെയുണ്ട് ദൈവമേ ഇനി പറയാൻ. അതുകൊണ്ട് നമുക്ക് ഹിറ്റ്ലറിൻ്റെ സംഭവങ്ങൾ കാണാൻ ബെർലിൻ പോകണം. പിന്നെ നമുക്കിവിടെ പോകണം, കോൺസെൻട്രേഷൻ ക്യാമ്പ് പോകണം പോളണ്ടിൽ. അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ചുമ്മാ ജസ്റ്റ് ഒന്ന് ഞാൻ അകത്തോട്ട് കയറി തിരിച്ചു. ഇനി ഒരു റീജിയണൽ ട്രെയിനിൽ കയറണം. കോബ്ലൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ് കോബ്ലൻസ്. എല്ലാം കുഞ്ഞു കുഞ്ഞു ട്രെയിനുകളാണ്, ചെറിയ ചെറിയ ഇൻ്റർസിറ്റി ട്രെയിനുകളാണ് ഇതൊക്കെ. ഇതിൽ 1.5 മണിക്കൂർ യാത്രയുണ്ട് ഈ ട്രെയിനിൽ. ഇതും വലിയ തിരക്കൊന്നുമില്ല. ഇത് ഒരു എന്താ പറയുക, ഇങ്ങനെ കോൺ ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ട്രെയിൻ ഉണ്ടല്ലേ. ഇത് കണ്ടല്ലേ, ഇതിൻ്റെ വിൻഡോ ഒക്കെ ഇങ്ങനെയാണ്. ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ട്രെയിൻ. അടിപൊളി. 1.5 മണിക്കൂർ.
നമ്മൾ ആക്ച്വലി ബോർഡർ ക്രോസ് ചെയ്തപ്പോൾ മുതൽ നമ്മൾ ഈ മൊസല്ല റിവറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ട്രെയിൻ മാറി കയറിയിട്ട് ഇതേ നദിയുടെ തീരത്തോടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നദി എന്ന് പറയുന്നത് റൈൻ നദിയുടെ ഒരു കൈവഴിയാണ്. നമ്മളിപ്പോൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ പോകുമ്പോഴത്തേക്കിനും റൈൻ നദിയാവും. ഈ സംഭവം കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ കാര്യമായിട്ട് എന്തോ കടത്തുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ഞാനിപ്പോൾ ആക്ച്വലി കോബ്ലൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. കോബ്ലൻസ് ഞാനിപ്പോൾ വന്ന ട്രെയിൻ ഉണ്ടല്ലോ, ഇത് ലുക്സംബർഗിൽ നിന്ന് വന്ന ട്രെയിനാണ്. ഇതിന് തിരിച്ച് ലുക്സംബർഗിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ലുക്സംബർഗിൽ നിന്ന് കോബ്ലൻസിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ നമുക്കിനി ഒരു ചേഞ്ചും കൂടെ ഉണ്ട്. ഇത് അത്യാവശ്യം വലിയ ഒരു നഗരമാണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ ആളുകൾ നടന്നു പോകുന്നതാണില്ലേ. തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. ഇനി തണുത്ത് വരും വീണ്ടും. ഇവിടുത്തെ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന ട്രെയിൻ കണ്ടില്ലേ? കണ്ടെയ്നർ ട്രെയിൻ ആണോ ഇത്? കണ്ടെയ്നറാണോ ഇത്? ആണല്ലോ, കണ്ടെയ്നർ ആണല്ലോ. ഇവിടുത്തെ ട്രെയിനിന് വലിയ പങ്ക്ച്വാലിറ്റി ഒന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ വന്ന ട്രെയിൻ 10 മിനിറ്റ് ലേറ്റായിട്ടാണ് വന്നത്. ട്രെയിനൊക്കെ ഭയങ്കര ലേറ്റാണ്. എനിക്ക് പോകേണ്ട ട്രെയിൻ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. ഇത് 4ാമത്തെ പ്ലാറ്റ്ഫോം, ഇത് 104ാമത്തെ പ്ലാറ്റ്ഫോം. അതായത് അങ്ങനെയാണ് സെറ്റപ്പ് ഇവിടെ കണ്ടില്ലേ. ഈ ട്രെയിനിലാണ് എനിക്ക് കയറുന്നത്. ഓരോ ട്രെയിനും വ്യത്യസ്തമാണല്ലോ. ഈ ട്രെയിൻ കണ്ടോ? ഇതെന്താണെന്നറിയോ? ഇതെന്താ സംഭവം? ഇത് ഡസ്റ്റ്ബിൻ. കൊള്ളാല്ലേ? അങ്ങനെ ഞാൻ ആ ട്രെയിനിൽ യാത്ര ചെയ്ത് ഇന്ന് 3 ട്രെയിൻ കയറി യാത്ര ചെയ്ത് നമ്മൾ ബോൺ എന്ന് പറഞ്ഞ നഗരത്തിലെത്തി. ബോൺ ആകെ മൊത്തത്തിലെ മൂടിയ കാലാവസ്ഥയാണ്. എന്ത് ചെയ്യാനാണെന്നറിയോ? ബോൺ എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയൊരു സിറ്റിയാണ്. ആ ബോയലിൻ്റെ ഔട്ട്സ്കേർട്സിലുള്ള ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ മുരളിച്ചേട്ടൻ ഇവിടെ പുറത്ത് വണ്ടിയും കൊണ്ട് നിൽപ്പുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. സോ അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം. അതിനാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നത്. ഈ ബോൺ എന്ന് പറയുന്നത് ജർമ്മനിയുടെ പഴയ ക്യാപിറ്റലായിരുന്നു. അതെനിക്കറിയോ? പണ്ട് ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് വെസ്റ്റ് ജർമ്മനി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ വെസ്റ്റ് ജർമ്മനിയുടെ ക്യാപിറ്റലായിരുന്നു ഈ ബോൺ എന്ന് പറയുന്നത്. പിന്നീട് ജർമ്മനി യൂണിഫിക്കേഷൻ നടന്നതിന് ശേഷം ബെർലിനിലേക്ക് ക്യാപിറ്റൽ മാറ്റുന്നതിന് മുൻപ് വരെ ഏകദേശം കുറേ നാൾ ഈ കാണുന്ന ബോൺ എന്ന് പറയുന്ന നഗരമായിരുന്നു ഇവരുടെ ക്യാപിറ്റൽ. ഇത് വലിയ സിറ്റിയാണ്. പിന്നെ നമ്മുടെ UN-ൻ്റെ ധാരാളം ഓഫീസുകൾ, അതായത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ധാരാളം ഓഫീസുകൾ ഇവിടെ ബോണിലുണ്ട്. പിന്നെ കുറേ പ്രത്യേകതകളുണ്ട് ബോൺ. പിന്നെ നമ്മുടെ ബീത്തോവൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഒരു ഫേമസ് കമ്പോസർ ബീത്തോവൻ. ഈ ബീത്തോവൻ്റെ ജന്മനാടും ഈ ബോണാണ്. ഈ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നമുക്കിവിടെ കുറേ പോസ്റ്ററുകൾ കാണാം. ഇത് കണ്ടോ? അതായത് ഇവിടെ നാളെ ഇലക്ഷനാണ് ഗൈസ്. ആ ഇലക്ഷൻ്റെ പോസ്റ്ററുകളാണ് ഈ കാണുന്നത്. കണ്ടല്ലേ? നാളെ ഇവിടെ ഇലക്ഷനാണ്. രാജ്യവ്യാപകമായിട്ട് ഇവിടെ ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷൻ്റെ പോസ്റ്ററുകളാണ് അവിടെ ഇവിടെയും കാണുന്നത്. കുറച്ചേ ഉള്ളൂ, അധികമൊന്നുമില്ല, വളരെ കുറച്ച്. സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടിട്ടുള്ള തുമ്മാരിയൊടി കഥകളെ നേരിട്ട് കാണാൻ സാധിച്ചു. താങ്ക് യു. ഞങ്ങൾ വന്ന് കുറേ നേരം സംസാരിച്ചിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ മാക്ഡൊണാൾഡ്സിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ 2 ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. നമ്മളിപ്പോൾ ബോൺ നഗരത്തിൽ നിന്ന് ഏതാനും ഒരു 10-20 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നമ്മളിപ്പോൾ ഒരു മലയുടെ മുകളിലേക്ക് പോവാണ്. ആ മലയുടെ മുകളിൽ ഇപ്പോൾ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടൽ ഒട്ടേറെ പ്രാധാന്യമുള്ള ഒരു ഹോട്ടലാണ് അല്ലേ? നമുക്ക് അവിടെ പോയി പറയാം അല്ലേ? ആ സ്ഥലത്തിൻ്റെ പേരെന്താ? പീറ്റേഴ്സ്ബർഗ്. ഓക്കെ, നമുക്ക് അതെന്താ സംഭവം എന്നുള്ളത് അവിടെ പോയി കാണാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്, ഗ്രാൻഡ് ഹോട്ടൽ ആൻഡ് സ്പാ പീറ്റേഴ്സ്ബർഗ് ബോൺ. അതായത് ബോൺ നഗരത്തിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു സ്ഥലം. ഇവിടെ നമ്മൾ ഹിൽ പാലസ് ഇല്ലേ തൃപ്പൂണിത്തുറയിൽ, അതേപോലത്തെ ഒരു വലിയൊരു പാലസ് പോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഹോട്ടലാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് വ്യൂസൊക്കെ കാണാൻ സാധിക്കും. സോ ടെൽ മീ മുരളി ചേട്ടാ, എന്താണ് ഈ സ്ഥലം? ഈ ഹോട്ടൽ എന്ന് പറയുന്നത് ജർമ്മനിയുടെ ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. ഓക്കെ. ജർമ്മനിയിൽ ഒഫീഷ്യലായിട്ടുള്ള ഗസ്റ്റ് ആര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, വളരെ ഡിഗ്നറ്ററീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് താമസിക്കാനുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലെ ക്വീൻ എലിസബത്ത് ഇപ്പോൾ താമസിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ചേംബർലൈൻ വന്ന് താമസിച്ചിട്ടുണ്ട്. നെൽസൺ മണ്ടേല താമസിച്ചിട്ടുണ്ട്. ബിൽ ക്ലിൻ്റൺ താമസിച്ചിട്ടുണ്ട്. വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പല മീറ്റിങ്ങുകളും ഇവിടെ നടന്നിട്ടുണ്ട്. നമുക്ക് താമസിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേര് കൂടി ഇനി ഞാൻ പറയുമ്പോൾ പറയാം. സുജിത്ത് ഇവിടെ താമസിച്ചത് പറയാം. ഓക്കെ. അഫ്ഗാനിസ്ഥാനിലെ 2001 വാറിന് ശേഷം
പീസ് പ്രോസസ് നടന്ന മുഴുവൻ ഇവിടെയാണ്. ഓക്കെ. പീസ് എഗ്രിമെന്റ് മുഴുവൻ മറ്റേ US-ഉം ആയിട്ടുള്ളത്. അതെ, അലൈസും ആയിട്ടുള്ള ഓക്കെ. പീസ് എഗ്രിമെന്റ് മുഴുവൻ നടന്നേ ഇത് ഇവിടെയാണ്. ഓക്കെ. ആണെങ്കിലും ഹെഡ് ഓഫ് സ്റ്റേറ്റ് എവിടെ ഏതെങ്കിലും രാജ്യങ്ങൾ വന്ന് ഇപ്പോൾ ബെർലിനാണല്ലോ ക്യാപിറ്റൽ, അതുകൊണ്ട് അത്രമാത്രം ഒരു പ്രാധാന്യമില്ല. ഓക്കെ. പക്ഷേ ഇപ്പോഴാണെങ്കിലും ബോണിലേക്ക് ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് വരികയാണെങ്കിൽ ഓൾ ബി സ്റ്റേയിങ് ഹിയർ. ഓക്കെ. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. സ്ഥലത്തിന്റെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്രത്യേകത. ജോഗ്രഫിക് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദ ഓൾ ഓഫ് ബോൺ ഫ്രം ഹിയർ. ഓക്കെ. ഇവിടെ ഒരു മാരി മീ, എനിക്ക് ഒന്ന് പ്രപ്പോസൽ നടക്കുന്നതിന്റെ പരിപാടിയാണോ? വലിയ മാരി മീൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം ഇവിടെ കാണാമല്ലോ. ഇനി അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയാണോ? എനിക്കൊന്ന് ആരോ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി കൊണ്ടിരുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് താഴെ കാണുന്ന നദിയുടെ പേര് റൈൻ നദി. നിങ്ങൾ ഓർമ്മയുണ്ടോ എവിടെയാണ് റൈൻ നദി നമ്മൾ ഇതിനു മുമ്പ് ക്രോസ് ചെയ്തത്? പറ, ഓർമ്മയുണ്ടോ? നമ്മൾ സ്വിറ്റ്സർലാൻഡിന് സൈക്കിള് ചവിട്ടി ലിക്റ്റൻസ്റ്റൈൻ പോകാൻ നേരം ഈ റൈൻ നദി ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ലിക്റ്റൻസ്റ്റൈനിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് സ്വിറ്റ്സർലാൻഡ് വഴി ഈ നദി അങ്ങ് പോവാണ്, നെതർലാൻഡ്സിലേക്ക് പോകാൻ. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരികയാണ്, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും ഒഴുകുന്നത്. ലാൻഡ് ലോക്ക്ഡ് ആണല്ലോ. ലാൻഡ് ലോക്ക്ഡ് ആണ്. അവിടെ നിന്ന് വന്ന് താഴേക്ക് പോയി നെതർലാൻഡ്സിൽ പോയിട്ടാണ് കടലിൽ ചേരുന്നത്. നെതർലാൻഡ്സ് വഴി കടലിൽ പോകും. ഇതിനകത്തൂടെ ഞാൻ ഈ വരുന്ന വഴിക്കൊക്കെ ഈ ചരക്ക് കൊണ്ടുപോകുന്ന പോലെ, അതെന്താ അത് കൊണ്ടുപോകുന്നേ? റോട്ടർഡാം ഹാർബറിൽ നിന്ന് ഓൾ ദ വേ ടു സ്വിറ്റ്സർലാൻഡ് പോകുന്നത്. സ്വിറ്റ്സർലാൻഡ് ലാൻഡ് ലോക്ക്ഡ് ആണല്ലോ. പക്ഷെ ഇത് കാലി അടിച്ചാണല്ലോ പലതും പോകുന്നത് കാണുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവോ? അതോ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഐ ഹാവ് സീൻ എവരിതിങ് ഫ്രം വെഹിക്കിൾ, പെട്രോൾ. അതാണ് സംഭവം, ചരക്ക് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ. മനസ്സിലായി. ഞാനിങ്ങനെ നോക്കി, ഞാനിനി ഓർത്ത് ഇനി വല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സാധനം ഗോവയിലൊക്കെ കാണും, അയണോറ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ സമയം ഇപ്പോൾ വൈകിയുണ്ട്. നമുക്ക് ശരിക്കും ഞാനിവിടെ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് ആ ഒരു വിഷ്വൽ ബ്യൂട്ടി ഇല്ല. അല്ലെങ്കിൽ തന്നെ വിഷ്വൽ ബ്യൂട്ടി ഇല്ലാത്തതിൻ്റെ മെയിൻ റീസൺ ഇവിടെ മൊത്തം ഇന്ന് ക്ലൗഡിയാണ്, ഇന്നൊരു വെട്ടവും വെളിച്ചമൊന്നുമില്ല. അതുകൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ചാര നിറമായിരിക്കും. ചാര നിറം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ വിൻ്ററും കൂടെ ആണല്ലോ. ഇനിയിപ്പോൾ അങ്ങോട്ട് തണുപ്പുമായിരിക്കും. താഴേക്ക് ഇങ്ങനെ നദീതീരത്ത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വീടുകളും വലിയ കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്ന കാണാം. അതാണ് ഇവിടുത്തെ ഒരു ഭംഗി. പിന്നെ ജർമ്മനി എന്ന് പറയുന്നത്, ജർമ്മനിക്ക് ഒരു സൈഡിൽ, രണ്ട് സൈഡിൽ കടലുണ്ട്, പിന്നെ ഒരു സൈഡിൽ ആൽപ്സ് പർവ്വതമുണ്ട് അല്ലേ? ജർമ്മനിയിലും വരുന്നില്ലേ ആൽപ്സ്? യെസ്. ആ സ്വിറ്റ്സർലാൻഡിൻ്റെ ആൽപ്സ് പർവ്വതത്തിൻ്റെ ഒരു ഭാഗം ജർമ്മനിയിലും വരുന്നുണ്ട്. ഇവിടെ റെസ്റ്റോറൻ്റ് ആണല്ലോ അകത്ത്. ഇത് വൻ സെറ്റപ്പാണല്ലോ. ഇതെന്താ ഇവിടെ? ഇത് അകത്ത് കയറിയപ്പോൾ എന്താ, അകത്ത് നല്ല കുറേ റെസ്റ്റോറൻറ്റുകൾ. ഇത് ഇവിടുത്തെ വൈൻ ഏരിയ ആണ്. വൈൻ ഇങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൈൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. അകത്തെ സെറ്റപ്പ് നോക്കിയാൽ ഇതിനകത്ത് കണ്ടില്ലേ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള കുറേ ആളുകളുടെ പ്രതിമകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പെയിൻറ്റിങ്സൊക്കെ വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സ്. ഇത് ശരിക്കും ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. ശരിക്കും ആ ഒരു സെറ്റപ്പിലാണ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കയറി നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഗൈഡിൻ്റെ ആവശ്യം ഉണ്ടാവും. ചുറ്റിക്കറങ്ങി വഴി തെറ്റിപ്പോവും. ഇതിനകത്ത് ഒരു ബാറുണ്ട്. ആ ബാറിൻ്റെ പേര് നെൽസൺ മണ്ടേല ബാർ എന്നാണ്. എന്താണ് ആ ഒരു ബാറിന് അവർ അങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത്? ഓക്കെ. അപ്പോൾ പുള്ളി അവിടെ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പേര് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സെയിൻറ്റ് പീറ്റർ എന്ന് പറയുന്ന ആ സംഭവം തന്നെയാണ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സെയിൻറ്റ് പീറ്റർ കുളം. ഇതിനകത്ത് ഒരു ലോകമാണ് കേട്ടോ. ഇത് ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു സ്ഥലം. ഭംഗിയുള്ള എന്ന് പറയുന്നതിലുപരിയായിട്ട് നമ്മുടെ നാട്ടിലെ പഴയ കെട്ടിടങ്ങളും ഹോട്ടലുകളാക്കി മാറ്റിയിട്ടില്ലേ? അപ്പോൾ ഇത് നമ്മുടെ ബോൾഗാഡി പാലസ് ഹോട്ടലാക്കി മാറ്റി. അങ്ങനെ പിന്നെ വേറെ ഏതൊക്കെയാണ് ഉള്ളത്? കുറേ ഉണ്ടല്ലോ. നമ്മുടെ മുംബൈയിലെ പാലസുകൾ, രാജസ്ഥാനിലെ. അതെ. അപ്പോൾ അങ്ങനെ അതേപോലെയുള്ള പണ്ടത്തെ ഒരു പാലസ് അത് ഇവരിവിടെ ഹോട്ടലാക്കി മാറ്റിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ താഴെ ഇറങ്ങി വന്ന് ആ റൈൻ നദിയുടെ തീരത്തൂടെ ഇങ്ങനെ ഉള്ള വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നദീതീരത്ത് അപ്പുറത്ത് രണ്ട് സൈഡിലും ഇങ്ങനെ റോഡുണ്ട്. നമ്മളിന്ന് ഫുള്ള് ആ ട്രെയിനിൽ ഈ നദീതീരത്തൂടെ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ജർമ്മനിയിലെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൽ ഡി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോയിഷ്ലാൻഡ് എന്നാണ് ഇവരെ പറയുന്നത്. അപ്പോൾ ഡോയിഷും ഡച്ച് വേറെ, ഡോയിഷ് വേറെ. അതെനിക്കറിയില്ലായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഇതെന്താ ഇത് റീമാഗൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. സെക്കൻഡ് വേൾഡ് വാറിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ, when the war was just about to end, the Allies had already captured that side of the country.
അതായത് വെസ്റ്റ് ജർമ്മനിയുടെ ഒരു ഭാഗം അല്ലേ? ഭാഗം ഓൾറെഡി അലൈസ് ക്യാപ്ചർ ചെയ്തു, അമേരിക്കൻ ആർമി ഓൾറെഡി ക്യാപ്ചർ ചെയ്തു. ഓക്കെ. ഹിറ്റ്ലർ ഡിസ്ട്രോയിഡ് ഇൻ ഓർഡർ ടു ഡിസ്ട്രോയ് എവറി ബ്രിഡ്ജ് ഓൺ ദിസ് റൈൻ. അതെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12 ബ്രിഡ്ജുകളും അവർ ബ്ലാസ്റ്റ് ചെയ്തു. ഓക്കെ. ഈ ബ്രിഡ്ജ് ബ്ലാസ്റ്റ് ചെയ്യാൻ പറഞ്ഞ അന്ന് രാവിലെ ദ അമേരിക്കൻ ആർമി ആക്ച്വലി ക്യാപ്ചർ ദ ബ്രിഡ്ജ്. And therefore they could start to move the soldiers to the other side without having to build temporary bridges. അപ്പോൾ ഇത് of course for Hitler അതൊരു വലിയൊരു അടിയായി, സ്ട്രാറ്റജിക് ആയിട്ടും അതർവൈസും. ഓക്കെ. അപ്പോൾ അവരും അലൈസും തമ്മിൽ വളരെ ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാണെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടൊരു ബാറ്റിൽ ഇവിടെ നടന്നു. ഓക്കെ. സോ എവറി ഡേ വേവ്സ് ഓഫ് എയർക്രാഫ്റ്റ് വിൽ കം ടു ബോംബ് ആൻഡ് എവറി ഡേ ദേ വിൽ ഷൂട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ close to 300 aircraft were downed here, വെടിവെച്ച് വീഴ്ത്തി. ഓക്കെ. അതിനുശേഷം അവരുടെ നേവി മുങ്ങൽ വിദഗ്ധരെ പറഞ്ഞു വിട്ടു, ജർമ്മൻ നേവി, to destroy and so they were captured. അപ്പോൾ ഹിറ്റ്ലർ അന്ന് UK അയക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന V2 എന്ന് പറയുന്ന റോക്കറ്റ് ഉണ്ട്, and that was sent here. അപ്പോൾ അത് ബ്രിഡ്ജിൽ ലാൻഡ് ചെയ്തില്ല. So the battle went on for 3 weeks. 3 ആഴ്ചക്കകം 25,000 സോൾജേഴ്സ് ആയിട്ട് ക്രോസ് ദ റിവർ യൂസിങ് ദാറ്റ് ബ്രിഡ്ജ്. അതുകൊണ്ട് സെക്കൻഡ് വേൾഡ് വാറിന്റെ ലാസ്റ്റ് ഫേസ് പ്രോബ്ലി ഫ്യൂ മന്ത്സ് കട്ട് ഡൗൺ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ. അതാണ് ആ ബ്രിഡ്ജിന്റെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ്. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ബ്രിഡ്ജിലെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും ബോംബാർഡ്മെന്റ് ആണ്. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ ബ്രിഡ്ജ് കൊളാപ്സ് ചെയ്തു. അതിനുശേഷം ഒരിക്കലും ആ ബ്രിഡ്ജ് റീബിൽഡ് ചെയ്തില്ല. അത് അതേപോലെ തന്നെ അവരിവിടെ ഒരു മെമ്മോറിയൽ ആയിട്ട് ഇവിടെ കീപ്പ് ചെയ്തു. മറ്റേ സൈഡിൽ ആക്ച്വൽ ആയിട്ടൊരു മ്യൂസിയം ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ അതെ ഒരു മ്യൂസിയം ആയിട്ട് കാണാം. ഓക്കെ. ഓക്കെ. ഇതൊക്കെ ചിലപ്പോൾ പണ്ട് ഇവർ ഉപയോഗിച്ചിരുന്ന വല്ല വള്ളമായിരിക്കും ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അവിടെ മുഴുവൻ ആർട്ടിഫാക്ട്സ് ഉണ്ട്, ആ യുദ്ധത്തിൽ ഉപയോഗിച്ച എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഈ കാണുന്ന സ്ഥലത്ത്, അതായത് പണ്ട് അമേരിക്കയും ജർമ്മനിയും കൂടെ യുദ്ധമുണ്ടാക്കിയ ആ സ്ഥലം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സ്ഥലത്ത് 1991 വീണ്ടും അവർ ഇവിടെ വെച്ചൊന്ന് മീറ്റ് ചെയ്തിരുന്നു. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണെന്ന് തോന്നി ആ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളായിട്ടുള്ള ആ ഭാഗത്ത് ഒരു മ്യൂസിയം എന്ന് പറഞ്ഞില്ലേ, അതിന് മുകളിൽ അമേരിക്കയുടെ ഫ്ലാഗും ജർമ്മനിയുടെ ഫ്ലാഗും നമുക്ക് കാണാം. ജർമ്മനി ചരിത്രത്തിൻ്റെ സ്ഥലമാണല്ലേ? അതെ, ചരിത്രമാണ്, എവിടെ പോയാലും ചരിത്രമാണ്. അയ്യോ, ഇനി അങ്ങോട്ട് പോളണ്ടിൽ പോകുമ്പോഴായിരിക്കും ബാക്കി. ഞങ്ങളിവിടുത്തെ സിറ്റി സെൻറ്റർ ഏരിയയിലേക്കൊന്ന് വന്നതാണ്. ഇവിടുത്തെ ടാക്സികളൊക്കെ നോക്കി, എല്ലാം മേഴ്സസ് ബെൻസിൻ്റെ ടാക്സി. എന്തോന്നടി, മൊത്തം ബെൻസിൻ്റെ ടാക്സികളാണല്ലോ ഇവിടെ എല്ലാം. നാളെ ഇലക്ഷനായിട്ട് മറ്റേ കലാശക്കൊട്ടൊന്നുമില്ല, കാണുന്നില്ല, പ്രചരണം പോലും ഞാൻ കണ്ടില്ല. കുറച്ച് പോസ്റ്ററുകൾ ഞാൻ കണ്ടു കേട്ടോ അവിടെ ഇവിടെയൊക്കെ. അതും വളരെ അപൂർവമായിട്ട് കുറച്ച് പോസ്റ്ററുകൾ എവിടേക്കോ ഇങ്ങനെ വളരെ ഭംഗിയോടുകൂടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടു ഞാൻ പല സ്ഥലത്തും, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തും പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഈ സ്കൈയുടെ കളറൊക്കെ നോക്കിയപ്പോൾ സമയം പോയിട്ട് 6 മണിയായി. അങ്ങ് ദൂരെ മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ ട്രെയിൻ സ്റ്റേഷൻ, ബോൺ HBF എന്ന് പറയുന്ന ട്രെയിൻ സ്റ്റേഷൻ. പിന്നെ അതിന് മുൻപിലായിട്ട് ഇവിടുത്തെ ആ ഒരു സിറ്റി സെൻറ്റർ സ്ട്രീറ്റാണ് നമുക്ക് കാണുന്നത്, ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ്. എന്തായാലും ഇവിടെ 6 മണിയാകുമ്പോൾ അടയ്ക്കുമോ? ഇവിടെ ഇന്നലെയൊക്കെ 6 മണിയാകുമ്പോൾ എല്ലാവരും അടയ്ക്കുമായിരുന്നു. ഇവിടെ 6 മണിയാകുമ്പോൾ അടയ്ക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അടയ്ക്കും ഇവിടെയും, ബാക്കിയുള്ള എല്ലാം അടയ്ക്കും. ഈടാ, ഇത് ഏത് പാർട്ടിയാണ്, ഏത് പാർട്ടിയാണെന്ന് എനിക്കറിയത്തില്ല. ഡ്യൂഷ്ലാൻഡ്സ് ഫ്രസ്റ്റർ എന്തൊക്കെയോ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വേറെന്തോ സംഭവമാണ്. ഇയാൾ ഒരു കാൻഡിഡേറ്റ് ആണെന്ന് തോന്നുന്നു. സിറ്റി സെൻറ്ററിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്കിവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു കാത്തലിക് ചർച്ച് നമുക്ക് കാണാൻ സാധിക്കും. ബോണർ മൺസ്റ്റർ എന്നാണ് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ പേര് കണ്ടത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. മുള്ളിച്ചേട്ടനെ കാണുമ്പോൾ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ്. യു ആർ ഓൾമോസ്റ്റ് 60 നൗ ആൻഡ് ചെറുപ്പത്തിലെ തന്നെ നാട്ടിൽ പഠിച്ചു, IIT പഠിച്ചു, അതിനുശേഷം PhD എടുത്തു, എന്നിട്ട് യു മൈഗ്രേറ്റഡ് എബ്രോഡ് അല്ലേ? താങ്കൾ നാട്ടിൽ നിൽക്കാതെ പുതിയ അവസരങ്ങൾ ലഭിച്ച് താങ്കൾ പുറത്ത് ഒരു ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്തു. അതിനുശേഷം പിന്നീട് UN ജോലി ചെയ്യുന്നു, ഇപ്പോഴും UN ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് പണ്ടും ഇന്നും നാളെയും എല്ലാം എത്ര ആര് സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിച്ചാലും ശ്രമിച്ചാലും മൈഗ്രേഷൻ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, കുട്ടികൾ അതായത് പഠിക്കാനായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു, പലതരത്തിലുള്ള പഠനത്തിനും മറ്റുമൊക്കെ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു, പിന്നീട് അവർ തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഈ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് പഠിക്കാനായിട്ട് പോകുന്ന ആൾക്കാരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്?
കാരണം എന്നോട് സംസാരിച്ചല്ലോ ഓൾറെഡി കരിയർ ഗൈഡൻസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് താങ്കൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്? 60 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പല ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും താല്പര്യമുള്ള കാര്യം. തീർച്ചയായിട്ടും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അതിലായിരിക്കും. മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് വിൽ കണ്ടിന്യൂ. ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കും ഏത് രാജ്യത്തു നിന്നാണോ അവർ പോകുന്നത് അവർക്കും ഏത് രാജ്യത്താണോ അവരെത്തുന്നത് അവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഹിസ്റ്റോറിക്കലായിട്ട് പ്രൂവഡ് ആയിട്ടുള്ള കാര്യമാണ്. കാലാകാലങ്ങളായിട്ട് മൈഗ്രൻസിന് എതിരെയുള്ളൊരു ഫീലിംഗ് ഒക്കെ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ഒരല്പം കൂടി നിൽക്കുന്ന സമയമാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ അത് കുറയും. അത് ഒരു സൈക്ലിക്കലായിട്ട് വരുന്നതാണ്. നമ്മളുടെ കുട്ടികളോട് ഞാൻ പറയാനുള്ളത്, ഒന്ന്, ലോകത്തെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അവസരങ്ങൾ ഏതാണെന്ന് എന്ന് കണ്ടുപിടിച്ച് അന്വേഷിച്ച് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. നമ്മളെന്താണ് ചെയ്യേണ്ടത്? കേരളം എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികൾ പോയി എന്നോർത്ത് വിഷമിക്കുകയല്ല. ലോകത്തെ ബെസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റിനെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമ്മുടെ നാട് അവർക്ക് അട്രാക്റ്റീവ് ആവാൻ പോകുന്നത്, എന്ത് കാരണം കൊണ്ടാണ് നമ്മളുടെ കുട്ടികൾ പോകുന്നത്? ബെറ്റർ സാലറി ആണെങ്കിൽ ബെറ്റർ സാലറിയുള്ള ജോലികൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ബെറ്റർ ഫ്രീഡമുള്ള കുട്ടികൾക്ക് ഫ്രീഡമുള്ള സ്ഥലമാണെങ്കിൽ നമ്മുടെ സ്ഥലം എങ്ങനെ കുട്ടികൾക്ക് കൂടുതൽ ഫ്രീഡം ഉള്ളത് ആക്കാം? ഈ തരത്തിലായിരിക്കണം നമ്മുടെ നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മളുടെ കുട്ടികളെ പിടിച്ചു നിർത്താനോ പുറത്തേക്ക് പോയ നമ്മളുടെ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനോ വേണ്ടി മാത്രമല്ല. എവിടെയൊക്കെ ആളുകളുണ്ടോ ബെസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് ഫ്രം സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഫ്രം മിഡിൽ ഈസ്റ്റ്, ഫ്രം അതർ കൺട്രീസ്, അവർക്ക് കൂടി വരാൻ തോന്നുന്ന, ആഗ്രഹം തോന്നുന്ന സാമ്പത്തിക സാഹചര്യങ്ങളുള്ള, സാമൂഹ്യ സാഹചര്യങ്ങളുള്ള ഒരു പ്രദേശമായിട്ട് കേരളത്തെ മാറ്റുക. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മൈഗ്രേഷനെ പറ്റിയുള്ള ശരിയായ കാഴ്ചപ്പാട് അതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യൂറോപ്പിൽ പുതിയ പള്ളികൾ, കെട്ടിടങ്ങൾ മാത്രമാണ്. ഈ പ്രാർത്ഥനയിലും കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. കുറച്ച് ആളുകളല്ലേ. അതെ, പക്ഷെ ഉള്ളത് വളരെ ഭംഗിയോടെ അവർ ധാരാളം ആളുകൾ ഉള്ള പള്ളികളല്ല, പക്ഷേ എല്ലാം നന്നായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന പള്ളികളാണ്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള സ്ക്വയറാണ്. ഇതിന് മൺസ്റ്റർ സ്ക്വയർ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഒരു ഷോട്ട് ചെയ്യാനുള്ള സ്ഥലമായിരിക്കും. അതുകൊണ്ടായിരിക്കും നല്ല അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇപ്പം എന്തായാലും ഇന്ന് തിരക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കാനുള്ളത്, ഇപ്പം നമുക്ക് ഇപ്പം മൈഗ്രേഷൻ ഒരു സംഭവമാണ്. ഇപ്പം പല രീതിയിൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നു. അതായത് സ്റ്റുഡൻറ് വിസ എടുത്തിട്ട് പഠിക്കാൻ എന്നുള്ള രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു, പിന്നെ വർക്ക് വിസയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു, പിന്നെ അനധികൃതമായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ അനധികൃതമായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ്. ഞാനത് എപ്പോഴും പറയാറുണ്ട്. ഈ വളരെ ടെംപ്റ്റിംഗ് ആണ്. മറ്റൊരു പല ആളുകളും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയി വിദേശത്ത് പോയി പണമുണ്ടാക്കിയ ആളുകളുടെ അല്ലെങ്കിൽ രക്ഷപ്പെട്ട ആളുകളുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഈ ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ അൺഡോക്യുമെൻറ്റഡ് ആയിട്ട് വിസ ഇല്ലാതെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ വരുന്ന ആളുകളുടെ എത്രയോ കഷ്ടപ്പാടുകൾ ഞാനിവിടെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പം അങ്ങനെ അൺഡോക്യുമെൻറ്റഡ് ആയിട്ട് പോകുന്ന ഒരിക്കലും ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഡോക്യുമെന്റഡ് ആയിട്ട് എവിടെ വേണമെങ്കിലും പോകാമല്ലോ. അതെ, അതിനുള്ള സാധ്യതകളുണ്ട്, അതിനുള്ള നിയമങ്ങളുണ്ട്. ആൻഡ് യു പ്ലേ ബൈ ദ റൂൾസ്. അതിനുശേഷം അവിടെ എത്തി അവസരങ്ങൾ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും അത് ശരിയായ കാര്യമാണ്. അതിൽ നമ്മളൊരു വിഷമം വിചാരിക്കേണ്ട കാര്യമല്ല. പക്ഷേ അല്ലാതെ അൺഡോക്യുമെന്റഡ് ആയിട്ട് പോയി അവിടെ എന്ത് ജോലിയാണെങ്കിലും പോലീസിനെ കാണുമ്പോൾ ഓടുകയും മറ്റുള്ള സമാധാനം ഉണ്ടല്ലോ. പലപ്പോഴും ഒരു ക്രിമിനൽ ആളുകളുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. നമുക്ക് ക്രിമിനൽ ഗാങ്ങുകളായിരിക്കും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഏത് സമയത്തും ഡിപ്പോർട്ട് ചെയ്യപ്പെടാം. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും ഒരുമിച്ച് സ്ക്വാറ്റിംഗ് ആയിട്ട്, അതായത് അവർക്ക് മെഡിക്കൽ കെയർ ഇല്ല, ലീഗൽ സപ്പോർട്ടില്ല. അപ്പോൾ ഒരു ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കൂടെ പോയി ഇവർ ജീവിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഏതെങ്കിലും ക്രൈമിൽ ചെന്ന് പെട്ടു. അതെല്ലാം നമ്മൾ എല്ലാം ഇൻക്രിമെന്റലായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയില്ല, നമ്മൾ ക്രിമിനലിന്റെ ഗ്യാങ്ങിന്റെ നടുക്ക് പോയി പെടുന്നത് നമ്മൾ അറിയില്ല. അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മളുടെ അതും ഇല്ലീഗലായിട്ട് വരുന്ന ആളുകളും ചിലപ്പോൾ ഇല്ലീഗലാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇങ്ങോട്ട് എംപ്ലോയ്മെന്റ് വിസയിൽ വന്നു, ഇവിടെ വന്നപ്പോൾ ജോലി കിട്ടിയില്ല, മനസ്സിലായി. അപ്പോൾ തിരിച്ചു പോവുകയാണ് സാധാരണ ഇതിൽ വേണ്ടത്. പക്ഷെ അതിന് നമ്മൾ തയ്യാറല്ല. അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് എന്തും
ചെയ്യാമെന്നുള്ളൊരു തോന്നൽ വരും. ആ ഒരു എന്തും ചെയ്യുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച്. ഞാൻ ഇപ്പോഴൊരു കാര്യം പറയാണ്, പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണെന്ന് എനിക്കറിയില്ല. അതായത് നിങ്ങളൊരു രാജ്യത്തേക്ക് ജോലിക്ക് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരിക്കലും ടൂറിസ്റ്റ് വിസയിൽ നിങ്ങളെ അവർ കൊണ്ടുപോകില്ല ഒരു രാജ്യത്തേക്ക്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിസ എന്ത് വിസയാണെന്ന് വായിച്ച് നോക്കാനുള്ളൊരു മിനിമം നോളജെങ്കിലും നിങ്ങൾ കാണിക്കുക. ടൂറിസ്റ്റ് വിസയിൽ ഓരോ രാജ്യത്ത് കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോലി വാങ്ങിച്ച് തരാം എന്നുള്ളൊരു കാറ്റഗറിയിൽ ആരും കൊണ്ടുപോകില്ല. അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളെ പറ്റിക്കുകയാണെന്നുള്ള സിമ്പിളായിട്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് അങ്ങനെ പറ്റിക്കപ്പെട്ട ധാരാളം ആളുകൾ പല രാജ്യത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കാരണം അത് വലിയൊരു തെറ്റാണ്. അങ്ങനെ നിങ്ങൾ പോയി പെടാൻ പാടില്ല. അങ്ങനെ ഒരു രീതിയില്ല. ഞാൻ പല നാട്ടിലെ ടൂറിസ്റ്റ് കമ്പനിക്കാരും കഴിഞ്ഞ കോവിഡിന് തൊട്ട് മുമ്പ് നാട്ടിൽ നിന്നൊരു അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹത്തെ എറണാകുളത്ത് ഒരു കമ്പനി 7 ലക്ഷം രൂപ യൂറോപ്പിൽ ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ടൂറിസ്റ്റ് വിസ എടുത്ത് കൊടുത്തു. അദ്ദേഹം പാരീസിൽ ഒന്ന് ലാൻഡ് ചെയ്തു. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം അദ്ദേഹത്തിന് ഒരു തരത്തിൽ തിരിച്ച് നമ്മൾ കയറ്റി വിടേണ്ടി വന്നു. 7 ലക്ഷം രൂപ പോയി. അപ്പോൾ പൈസ പോയി. ഒരു കാര്യം കൂടെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ താങ്കൾ UN വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ പല യാത്രകളിലും ഞാൻ UN പോലെയുള്ള പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലും വർക്ക് ചെയ്യുന്ന ആളുകളെ കണ്ടു. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെങ്കിൽ നമുക്ക് PSC എഴുതണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിയാം. ഈ UN പോലെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് എങ്ങനെയായിരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു അവസരങ്ങൾ കണ്ടെത്താൻ സാധിക്കുക? എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്? UN-ന്റെ അവസരങ്ങളെല്ലാം തന്നെ പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള യാതൊരു റിക്രൂട്ട്മെൻറ്റും ഇല്ല. അത് പല ലെവലിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. ഒന്നാമത് ഇപ്പോൾ നമ്മുടെ IAS പോലെ ഒരു ഗ്ലോബൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. യങ് പ്രൊഫഷണൽസ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷനാണ് അതിൻ്റെ മിനിമം റിക്വയർമെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ലോകം ഈ 193 രാജ്യങ്ങളിലെയും ആളുകൾ വരാനുള്ളത് കൊണ്ട് ഓരോ വർഷവും അവരെല്ലാ രാജ്യങ്ങൾക്കും ഓപ്പൺ ചെയ്യില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു എക്സാം ആവുമല്ലോ. ഓക്കെ, അപ്പോൾ UN-ൽ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട്. അവർക്കുള്ള അധികാരമുണ്ട്, അവകാശമുണ്ടല്ലോ. ശരിയാണ്. ഓക്കെ, അപ്പോൾ ഓരോ വർഷവും അവർ ഒരു ഫിക്സ് നമ്പർ ഓഫ് രാജ്യങ്ങളോടാണ് ആ എൻട്രൻസ് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ ചാൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇന്റേൺസ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാം. ഇപ്പോൾ UN-ന്റെ 100-ലധികം UN സ്ഥാപനങ്ങളുണ്ട്. അതിൽ പകുതി സ്ഥാപനങ്ങളെങ്കിലും ഇപ്പോൾ ഇന്റേൺഷിപ്പിന് തന്നെ സാലറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. നമുക്ക് അഫോർഡ് ചെയ്യാമെങ്കിൽ നമ്മളുടെ സാലറിയിൽ നമ്മുടെ എക്സ്പെൻസിൽ തന്നെ ഇന്റേൺ ആവാം. ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ഉൾപ്പെടെ അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റിമോട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വെറെവർ യു ആർ, ഇന്ത്യയിലാണെങ്കിലും വിദേശത്ത് പഠിക്കുകയാണെങ്കിലും അവിടെ ഇരുന്ന് ഇന്റേൺഷിപ്പ് ചെയ്യാം. അപ്പോൾ ദെയർ ഇസ് നോ മാർജിനൽ കോസ്റ്റ്. ഇത് രണ്ടാമത്തെ ലെവൽ. മൂന്നാമത്തെ, നമുക്കൊരല്പം ഒരു ഡിഗ്രിയും ഒരു 3 വർഷമെങ്കിലും എക്സ്പീരിയൻസും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് UN-ലേക്ക് അനവധി, അവിടെയാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല. യു ക്യാൻ ബി ഇൻ ടൂറിസം സ്റ്റഡി, യു ക്യാൻ ബി എ ഡോക്ടർ, യു ക്യാൻ ബി എ നേഴ്സ്, യു ക്യാൻ ബി എ ടീച്ചർ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടോ, അതോ ഇന്റർവ്യൂസ് ആണോ? അതെ, ഞാൻ പറഞ്ഞ ആദ്യത്തെ ഇത് പറഞ്ഞല്ലോ, ഇന്റർനാഷണൽ സിവിൽ സർവീസ് എന്ന് പറയുന്ന യങ് പ്രൊഫഷണൽ പ്രോഗ്രാം നമ്മളുടെ സിവിൽ സർവീസ് പോലൊരു റിട്ടൺ ടെസ്റ്റും ഇന്റർവ്യൂവും വെച്ചിട്ടാണ് ചെയ്യുന്നത്. മറ്റുള്ളതെല്ലാം ഏത് ഓഫീസിനാണോ ആളെ ആവശ്യം ആ ഓഫീസാണ് ഇന്റർവ്യൂവും ടെസ്റ്റും നടത്തുന്നത്. അപ്പം എനിക്ക് വേണമെങ്കിൽ അതിന് ഞാൻ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യണം, ഒരു ജോബുണ്ട്, ആളുകൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇതിലൊരു ട്രിക്കുണ്ട്. അതായത് ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്ക് ജോലി വരികയാണെങ്കിൽ ലോകത്ത് എവിടെ UN ജോലി ഉണ്ടെങ്കിലും എവിടെയുള്ള ആളുകൾക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതാണല്ലോ പ്രാധാന്യമുള്ളത്. ഇപ്പോൾ നമ്മളുടെ അഫ്ഗാനിസ്ഥാനിലാണ് ജോലിയെങ്കിൽ ഇന്ത്യക്കാരന് അപ്ലൈ ചെയ്യാം, ഇന്ത്യയിലാണ് ജോലിയെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ആളുകളുടെ ഒരു പേടിയുണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗാസയിൽ ഒരു ജോലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആളുകൾ അവിടെ പോകാനായിട്ട് തയ്യാറാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഏരിയയിൽ കോമ്പറ്റീഷൻ കുറവായിരിക്കും. അതേസമയം ജനീവ അല്ലെങ്കിൽ വിയന്ന, ബോൺ, ന്യൂയോർക്കിലെല്ലാം വളരെയധികം ആളുകളുണ്ടാവും. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതാണ്. ഒരു എൻവയോൺമെന്റൽ എക്സ്പെർട്ടിനെ ഞാൻ അഫ്ഗാനിസ്ഥാനിലും നൈറോബിയിലും ജനീവയിലും കോൾ ചെയ്യുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ 10 പേരുണ്ടാവും, നൈറോബിയിൽ 500 പേരുണ്ടാവും, ജനീവയിൽ 3000 ആളുകളുണ്ടാവും. സോ യുവർ ചാൻസ് ഈസ് ബെറ്റർ ഇഫ് യു ആർ പ്രിപ്പയർഡ് ടു സർവ് ഇൻ എ ഡിഫിക്കൽട്ട് ഡ്യൂട്ടി സ്റ്റേഷൻ. അത് പക്ഷെ ഞാൻ ഈ ലോകത്തുള്ള ഇതുപോലെയുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെയാണെങ്കിലും UN-ന്റെ ഫ്ലാഗിന്റെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല, സെക്യൂരിറ്റി ഉൾപ്പെടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നാട്ടിലെ റോഡിൽ യാത്ര ചെയ്യുന്ന റിസ്ക് ഒന്നും വേറൊരു സ്ഥലത്തും ഇല്ല, യുദ്ധപ്രദേശങ്ങളിലൊന്നും ഇല്ല. അപ്പോൾ സോ യു ഷുഡ് അപ്ലൈ ടു പ്രിപ്പയർ ടു സെർവ് ഇൻ ഹാർഡ്ഷിപ്പ്
നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ. ഈ UN ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രിവിലേജ് ആണ്. തീർച്ചയായും ഭയങ്കര വലിയ പ്രിവിലേജ് ആണ്. ഇവർ ബേസിക്കലി ഇവരൊക്കെ ട്രാവൽ ചെയ്യുന്നത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചാണ്. അതും UN ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഇവരെ ഒക്കെ ട്രാവൽ ചെയ്യുന്നത് പല രാജ്യങ്ങളിലേക്കും. പിന്നെ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞ പോലെ ഏത് രാജ്യത്തും എത്ര യുദ്ധം നടക്കുന്ന സമയത്തും അവിടെ പോവാം, ആക്സസ് ഉണ്ട്, ഫുൾ സെക്യൂരിറ്റിയോടുകൂടെ പോവാം. പക്ഷെ അതൊക്കെ അങ്ങനത്തെ കുറേ പ്രിവിലേജുകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയിലുള്ളൊരു വാല്യൂ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റേ എൻഡിലും ഉണ്ടല്ലോ. അതായത് ഒരു രാജ്യത്തെ ആളുകൾക്ക് യാതൊരു ഹോപ്പും ഇല്ലാതിരിക്കുന്ന സമയത്താണ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഞാൻ പലപ്പോഴും ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ജോലിയാണ്. ആളുകൾക്ക് വെള്ളം കൊടുക്കുക, വാട്ടർ ബോട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിപ്പോൾ ഞാൻ നാട്ടിൽ വാട്ടർ ബോട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ അത് തന്നെയല്ലേ ഉള്ളൂ. പക്ഷെ നമ്മളത് ചെയ്യുന്ന സ്ഥലം ഒരു സമയം ഒരു എർത്ത്ക്വേക്ക് കഴിയുന്നു, അവിടെ ആളുകൾക്ക് വെള്ളമില്ല, ടോയ്ലറ്റ് ഇല്ല, വെളിച്ചമില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു ഫോൺ ചാർജ് ചെയ്യാനുള്ള സോളാർ പാനൽ കൊടുത്താൽ പോലും അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു പ്രിവിലേജാണ് നമ്മൾ. ഞാൻ എപ്പോഴും ആളുകളോട് പറയാറുണ്ട്, അതായത് ഈ ദുരന്തത്തിന്റെ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ആ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളത് കൂടി ഒരു പ്രിവിലേജാണ്. വി കുഡ് ഹാവ് ബീൻ ഓൺ ദ അതർ സൈഡ് ഓൾസോ. ഈ ടെന്റിൽ കിടക്കുന്നതോ കാലൊടിയുന്നതോ വെടികൊള്ളുന്നതോ ഒക്കെ നമുക്കും ആവാമായിരുന്നല്ലോ. പക്ഷേ ഒരു കോസ്മിക് ലോട്ടറി കിട്ടുന്നുണ്ട്. നമ്മൾ പൊസിഷൻ ടു ഹെൽപ്പ്. നമ്മളിങ്ങനെ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ എൻലെസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് പറയാനുള്ള ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പം മുരളി ചേട്ടനെ അറിയാത്തവരായിട്ട് എന്തായാലും കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. എല്ലാവരും അറിയണമെന്നില്ലല്ലോ. എന്നെ അറിയാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവും, താങ്കളെ അറിയാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ മുരളി തുമ്മാരകുടി നോക്കുക. ഇദ്ദേഹത്തിൻ്റെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. പിന്നെ യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോസ്, പല പല ഇൻ്റർവ്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വെബ്സൈറ്റിൻ്റെ പേര് എന്തായിരുന്നു? murulitummaragudi.com. അതിലും ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലുള്ള പോലെ തന്നെ ആർട്ടിക്കിൾസും ബാക്കി കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. സോ അത്രേ ഉള്ളൂ. പിന്നെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ UN ജോലി ചെയ്യുകയാണ്. UN ഏത് ഡിപ്പാർട്ട്മെന്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് പുതിയൊരു ഇതിലേക്കാണ് മാറുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ഇദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത്. ബേസിക്കലി അതായത് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷവുമുള്ള മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖല എന്ന് പറയുന്നത്. സോ എന്തായാലും ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ജനീവയിൽ പോയപ്പോഴാണ് ഞാൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. കാരണം നമുക്ക് ഓരോരുത്തരെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റൈറ്റ് ടൈമിൽ മീറ്റ് ചെയ്യണം. അപ്പോൾ കുറേ നാളായിട്ട് കാണണം, പരിചയപ്പെടണം എന്ന് ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. ജനീവയിലായിരുന്നു ഇദ്ദേഹം പണ്ട്. ഇപ്പോൾ ജനീവയിൽ നിന്നും ബോണിലേക്ക് മാറി. എന്തായാലും ഇവിടെ വെച്ച് വന്നു, കണ്ടു, പരിചയപ്പെട്ടു. ഒട്ടും വൈകിയില്ല എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. എന്തായാലും പ്ലഷർ മീറ്റിംഗ് യു. ലൈക്ക്വൈസ്. വളരെ നാളുകളായിട്ട് കാണണമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ നെവ്യൂ എപ്പോഴും പറയാറുണ്ട്, ഞാനും വ്യക്തിപരമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടി ഉൾപ്പെടെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. കാണാൻ പറ്റിയ വലിയ സന്തോഷം. അപ്പോൾ നമുക്ക് ഫർദർ മുന്നോട്ട് പോകാം. ഇത് കാണണ്ടേ? ഏതാ? നമ്മൾ കഥ പറഞ്ഞിട്ട് ഇവിടുത്തെ സ്ഥലമൊന്നും കണ്ടില്ലല്ലോ. ഇത് ഇവിടുത്തെ സിറ്റി ഹാള്. അത് സിറ്റി ഹാള് ഓൾഡസ്റ്റ് ഹോട്ടലാണെന്ന് എനിക്ക് തോന്നുന്നു. 300 വർഷം എന്തോ പഴക്കമുള്ള. ഓക്കെ. അങ്ങേറ്റത്തെ. ഓക്കെ, അത് ശരി. ആ സിറ്റി ഹാള് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ മുകളിൽ ഒരു എംബ്ലം കണ്ടോ? അത് മേ ബി ബോണിൻ്റെ എംബ്ലം ആയിരിക്കണം അല്ലേ? ജർമ്മനിയുടെ അല്ലെന്ന് തോന്നുന്നു, ബോണിൻ്റെ എംബ്ലം ആയിരിക്കണം. പിന്നെ കുറേ ഫ്ലാഗ് കാണാം അതിനകത്ത്. യൂറോപ്യൻ യൂണിയൻ്റെ ഫ്ലാഗ് ഉണ്ട്, പിന്നെ ജർമ്മനിയുടെ ഫ്ലാഗ് ഉണ്ട്, പിന്നെ ഏതിൻ്റെയൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. UN ഫ്ലാഗ് ഉണ്ട് അല്ലേ? ഓക്കെ, UNൻ്റെ ഫ്ലാഗ് ഉണ്ട്, പിന്നെ കുറേ ഫ്ലാഗുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഇതിവിടുത്തെ സിറ്റി സെൻറ്റർ ഏരിയ. നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ മൊത്തം. നമുക്കിവിടെ ബീത്തോവൻ ഹൗസ് ബോൺ എന്ന് പറഞ്ഞ ഇവിടെ ഒരു മ്യൂസിയം നമുക്ക് കാണാൻ സാധിക്കും. ബീത്തോവൻ്റെ ഒരു മ്യൂസിയം. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് മുമ്പിലായിട്ട് ഈ കാണുന്നതാണ് ബീത്തോവൻ്റെ വീട്. അതായത് ബീത്തോവൻ ആരെന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് ഒരു ലോകപ്രശസ്തനായിട്ടുള്ള ഒരു ജർമ്മൻ കമ്പോസർ ആൻഡ് പിയാനിസ്റ്റ് ആണ് ബീത്തോവൻ എന്ന് പറയുന്നത്. ബീത്തോവൻ്റെ കൃതികൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ബീത്തോവനെ പറ്റി പറയാനാണെങ്കിൽ. ആ ബീത്തോവൻ്റെ വീടാണ് നമുക്കിവിടെ കാണുന്നത്. വീട് പ്ലസ് മ്യൂസിയം. ആ ബീത്തോവൻ എന്ന് പറഞ്ഞ ആൾ ജനിച്ചത് ഈ ബോൺ എന്ന് പറയുന്ന ഈ നഗരത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോറിയൽ സ്ഥലമാണ് ഈ കാണുന്നത്. ഈ പഴയ കെട്ടിടങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ യൂറോപ്പിലെ ആളുകൾ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ. അത് എങ്ങനെ ഏത് വിധേനയും പൈസ മുടക്കി അവരത് സ്ട്രെങ്തൻ ചെയ്ത് പഴയത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യും. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണേ. നമ്മൾ
ഒരു ആലു പൊറോട്ട പറഞ്ഞതാണ്. അതായത് ഇത്രയുണ്ട്, 2 ആലു പൊറോട്ട 2 പോർഷനാക്കി വന്നു. പിന്നെ ഒരു കുൽച്ച പറഞ്ഞു, പിന്നെ ഒരു ദാല് പറഞ്ഞപ്പോഴത്തേക്കിനും അതിൻ്റെ കൂട്ടത്തിൽ ചോറും കൂടെ. ഈ ചോറിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഈ ചോറിന് പകരം കുറച്ചും കൂടെ 4 രൂപ ചോദിക്കായിരുന്നു അല്ലേ? ചോറ് ഫ്രീ ആയിട്ട് ദാലിൻ്റെ കൂടെ, അങ്ങനെയാണ് അവർ തരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് അല്ലേ. ഞാനിവിടെ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. സോറി, നിങ്ങളെന്ന് പറയാൻ പാടില്ല എന്ന് എല്ലാവരും എന്നോട് കമന്റ് ചെയ്യും. നമ്മൾ ഈ യു എന്ന് പറയുമ്പോൾ താങ്കൾ അങ്ങനെയാണ്. സോറി, ഓക്കെ, താങ്കളെ കാണാൻ വേണ്ടി, അതിനുണ്ട് മുരളിച്ചേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ബോണ്ടിലേക്ക് വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ബോണ്ടിലേക്ക് പോയായിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് സം ടൈം വിത്ത് മീ. താങ്ക് യു സോ മച്ച് ഫോർ ഷോയിങ് മീ അറൗണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് കാണാം. ഓക്കെ, പിന്നെ ഞാൻ ഇന്നിവിടെ ബോണ്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഈ കാണുന്ന മോട്ടൽ 1 എന്നും പറഞ്ഞ ഒരു ഹോട്ടൽ ഇവിടുത്തെ ബോണ്ട് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെയാണ്, സിറ്റി സെൻറ്റർ ഏരിയ തന്നെയാണ്. ഇതിപ്പോൾ Booking.com വഴി ഇപ്പോൾ ബുക്ക് ചെയ്തതേ ഉള്ളൂ. ഇവിടുത്തെ വെതർ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ് കേട്ടോ. വിൻ്ററൊക്കെ ഇപ്പോൾ കഴിയാറായി ഗൈസ്. ഇന്ന് ഞാൻ ഭയങ്കര ടയർഡാണ്, എന്താണെന്നറിയില്ല. സോ ഫൈനലി അങ്ങനെ റൂമിലെത്തിയിരിക്കുകയാണ്. ദിസ് ഇസ് മൈ റൂം. അയ്യോ എൻ്റെ പൊന്നെ, സത്യം പറഞ്ഞാണല്ലോ ഇന്ന് ഭയങ്കര ടയർഡാണ് ഞാൻ. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ വാട്ട്സ് ദ റീസൺ. ഇന്ന് കുറേ ട്രാവൽ ചെയ്തു. ട്രെയിനിലൊരു 3-4 ട്രെയിൻ കയറി നമ്മൾ ട്രാവൽ ചെയ്തു. നല്ല റൂമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദറ്റ്സ് നൈസ് റൂം അല്ലേ. നാളെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ എപ്പോൾ എണീക്കണം എന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല. നാളെ നമുക്ക് ബെർലിനിലേക്കാണ് പോകുന്നത്, ഹിറ്റ്ലറിൻ്റെ നാട്ടിലേക്ക്. അവിടെ പോയിട്ട് നമുക്ക് ഹിറ്റ്ലറിൻ്റെ കുറേ മെമ്മറീസ് നമുക്ക് കാണണം. അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ബെർലിനിലേക്കുള്ള കാഴ്ച എന്ന് പറയുന്നത്, യാത്ര എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 4 മണിക്കൂർ യാത്രയുണ്ട്. എന്നിട്ട് ബെർലിൻ്റെ വിശേഷങ്ങളും ഹിറ്റ്ലറുടെ വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് നാളെ കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാഗിൽ നിന്ന് പോളണ്ട്, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സീ യു ഗൈസ് ടുമോറോ. ബൈ.